നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. 300 ഇമ്പോർട്ടൻറ്റ് ഏജൻസീസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. പൊതു അഭിപ്രായത്തിന്റെ പ്രധാന ഏജൻസികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ എല്ലാം ശരിയാണ്. 301 വേഗൻസി ഈസ് റിലേറ്റഡ് ടു. വേഗൻസിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? അതിന്റെ ആൻസർ സോഷ്യൽ ഡിസീസ് ആണ്. ഓക്കെ, വെഗ്രൻസി ഹാസ്, അതായത് എന്താണ് വെഗ്രൻസി എന്ന് പറയുന്നത്? വെഗ്രൻസി എന്ന് പറയുന്നത് നെഗറ്റീവ് സാങ്ഷൻ ഓഫ് സൊസൈറ്റി ആണ്. 303 വാഗ്രൻസ് ഷെയർ. വാഗ്രൻസ് എന്താണ് ഷെയർ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. നോ റെസ്പോൺസിബിലിറ്റി ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ എന്തില്ല, യാതൊരു റെസ്പോൺസിബിലിറ്റീസും ഉണ്ടാവുന്നില്ല. 304 വാഗ്രൻസ് സർവൈവ് ഓൺ. എന്തായാലും സർവൈവ് ചെയ്യുന്നത് ബെഗറി ആൻഡ് ഇല്ലീഗൽ ടാക്സ് കളക്ഷനാണ്. അതായത് ഭിക്ഷാടനം, നിയമവിരുദ്ധ നികുതി പിരിവുമാണ്. 305 കോസസ് ഓഫ് ക്രൈം. ക്രൈമിന്റെ, അതായത് കുറ്റകൃത്യത്തിന്റെ കാരണങ്ങൾ എന്താണ്? ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ്, ക്രൈം കണക്റ്റഡ് വിത്ത് പ്രോപ്പർലി ആന്റി സോഷ്യൽ ക്രൈംസ് ശരിയാണ്. 307 കോസസ് ഓഫ് ജുവനൈൽ delinquency. സോറി, 306 ടൈപ്സ് ഓഫ് ക്രൈം, അതായത് ക്രൈമിന്റെ തരങ്ങൾ എന്തൊക്കെയാണ്? ക്രൈംസ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ, ക്രൈം കണക്റ്റഡ് വിത്ത് പ്രോപ്പർലി ആന്റി സോഷ്യൽ ക്രൈംസ്. അതിൽ ആൻസർ വരുന്നത് എല്ലാം ശരിയാണ്. കോസ് ഓഫ് ജുവനൈൽ delinquency, അതായത് ജുവനൈൽ കുറ്റകൃത്യങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹെറിഡിറ്ററി, സൈക്കോളജിക്കൽ, ഫാമിലി ഇതെല്ലാം ശരിയാണ്. 308 ഇറ്റ് ഈസ് എ സോഷ്യൽ പെത്തോളജിക്കൽ ബിഹേവിയർ ഇൻ വിച്ച് എ ചൈൽഡ് കമ്മിറ്റ്സ് ക്രൈം. അതായത് ഒരു കുട്ടി കുറ്റകൃത്യം ചെയ്യുന്ന ഒരു സാമൂഹിക പത്തോളജിക്കൽ സ്വഭാവം പറയുന്നത് എന്താണ്? ആൻസർ ജുവനൈൽ delinquency ആണ്. അതായത് ജുവനൈൽ കുറ്റകൃത്യം. 309 dash is any intentional unauthorized absence from compulsory schooling. അതായത് ഡാഷ് നിർബന്ധിത സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഏതെങ്കിലും മനഃപൂർവ്വം അനധികൃതമായ അഭാവമാണ്. ആൻസർ വരുന്നത് 20 ആണ്. 310 who believe that an absence of clear norms for a society or an individual might create a social setting in which divisions will occur. ഒരു സമൂഹത്തിനോ വ്യക്തിക്കോ വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അഭാവം വ്യതിയാനം സംഭവിക്കുന്ന ഒരു സാമൂഹിക ക്രമീകരണം സൃഷ്ടിക്കുമെന്ന് വിശ്വസിച്ചത് ആരായിരുന്നു? ആൻസർ വരുന്നത് ഡർക്കിയമാണ്. എംലി ഡർക്കിയമാണ്. 311 ഡാഷ് ഇസ് ആന്റി സോഷ്യൽ ബിഹേവിയർ. ഡാഷ് എന്ന് പറയുന്നത് ഒരു സാമൂഹിക വിരുദ്ധ സ്വഭാവമാണ്. ആൻസർ ക്രൈം. 312 ഡാഷ് ഈസ് ആൻ മീൻസ് ഫോർ ദി ഫുൾഫിൽമെന്റ് ഓഫ് സപ്രസ്ഡ് ഡിസയർ. അടിച്ചമർത്തപ്പെട്ട ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനുള്ള ഒരു മാർഗമാണ്. ആൻസർ വരുന്നത് ക്രൈം തന്നെയാണ്. 313 literacy is dash for educational development. literacy എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ വികസനമാണ്. എന്തായിരുന്നു? ഹാംഫുൾ ആണ്, അതായത് ഹാനികരം. 340 literacy dash ground for vagrancy and delinquency. ദ്രോഹം ഡാഷ് അഴിഞ്ഞാട്ടത്തിനും കുറ്റകൃത്യത്തിനുമുള്ള അടിസ്ഥാനമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ബിൽസപ്പ് ആണ്. ട്രാൻസ് 315 ട്രാൻസ് ഡാഷ് സ്കൂൾ റെഗുലർലി. ഡാഷ് സ്കൂൾ പതിവായി എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? നോട്ട് അറ്റൻഡഡ് ആണ്. എന്ത് ചെയ്യുന്നില്ല? ട്രാൻസ് എന്ന് പറയുന്നത് സ്കൂളുകളിൽ റെഗുലർ ആയിട്ട് നടക്കുന്നില്ല. 316 the word environment is derived from dash word. പരിസ്ഥിതി എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത് ഡാഷ് എന്ന പദത്തിൽ നിന്നുമാണ്.
ഫ്രഞ്ച് പദത്തിൽ നിന്നുമാണ്. എൻവയൺമെന്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡാഷ് ടൈപ്സ്. ഇപ്പൊ പരിസ്ഥിതി എന്ന് പറയുന്നത് ഡാഷ് ടൈപ്പുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ രണ്ടായിട്ടാണ് ഞാൻ തരംതിരിച്ചിരിക്കുന്നത്. ഫിസിക്കൽ എൻവയൺമെന്റ് കണ്ടെയ്ൻസ് ഡാഷ്. ഭൗതിക പരിസ്ഥിതിയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? അപോയിറ്റിക് ആണ്. ബയോളജിക്കൽ കമ്പോണൻസ് കണ്ടെയ്ൻസ്. ജൈവിക ഘടകങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ബയോട്ടിക് ആണ്. Changing relationship between man and environment has been divided in dash phases. മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധം ഡാഷ് ഘട്ടങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഘട്ടങ്ങൾ? 4 ഘട്ടങ്ങളായിട്ട്. 321 dash is a life supporting layer which surrounds the earth. അതായത് ഡാഷ് ജീവന് സഹായിക്കുന്ന ഒരു പാളിയാണ് ചെയ്യുന്നുണ്ട്, ഭൂമിയെ ചുറ്റുന്നുണ്ട്. ബയോസ്ഫിയർ ആണ് ആൻസർ വരുന്നത്. 322 dash consists of territorial and aquatic biosystem. അപ്പൊ ഡാഷ് ടെറിട്ടോറിയൽ, അക്വാറ്റിക് ബയോസിസ്റ്റം എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ബയോസ്ഫിയർ ആണ്. Group of people living together on a certain territory from a dash. ഒരു നിശ്ചിത പ്രദേശത്ത് ഒരുമിച്ച് താമസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഡാഷ്, അവരെ നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയും. 324 ടൈപ്സ് ഓഫ് എൻവയൺമെന്റ്. എൻവയൺമെന്റിന്റെ ടൈപ്സ് ബയോളജിക്കൽ ഉണ്ട്, കൾച്ചറൽ എൻവയൺമെന്റ് ഉണ്ട്, ഫിസിക്കൽ എൻവയൺമെന്റ് ഉണ്ട്. എല്ലാം ശരിയാണ്. 325 എയർ, വാട്ടർ, ക്ലൈമറ്റ് ആർ ഓൾ പാർട്ട് ഓഫ് ഡാഷ് എൻവയൺമെന്റ്. വായു, ജലം, കാലാവസ്ഥ എന്നിവയെല്ലാം ഡാഷ് പരിസ്ഥിതിയുടെ ഭാഗമാണ്. ഏത് പരിസ്ഥിതിയുടെ ഭാഗമാണ്? ഫിസിക്കൽ എൻവയൺമെന്റിന്റെ ഭാഗമാണ്. Event 326 whether society and politics includes dash. ഇപ്പൊ കാലാവസ്ഥ, സമൂഹം, രാഷ്ട്രീയം എന്നിവ ഉൾപ്പെടുന്നത് ഏതിനാണ്? ആൻസർ വരുന്നത് കൾച്ചറൽ എൻവയൺമെന്റിലാണ്. 327 animals, trees, small creatures and man are the example of dash environment. മൃഗങ്ങൾ, മരങ്ങൾ, ചെറുജീവികൾ, മനുഷ്യൻ എന്നിവ എന്തിന്റെ ഉദാഹരണം? പരിസ്ഥിതിയിലെ ഏത് പരിസ്ഥിതിയുടെ ഉദാഹരണങ്ങളാണെന്നാണ്? ബയോളജിക്കൽ ആണ്. 328 sound that cause irritation of human ear and that is unbearable of to man. മനുഷ്യന്റെ ചെവിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതും മനുഷ്യന് അസഹനീയവുമായ ശബ്ദങ്ങൾ. ആൻസർ വരുന്നത് സൗണ്ട് പൊല്യൂഷൻ ആണ്. 329 എഫക്ട്സ് ഓൺ എൻവയൺമെന്റ് ഓൺ ഹ്യൂമൻ സൊസൈറ്റി. മനുഷ്യ സമൂഹത്തിൽ പരിസ്ഥിതിയുടെ സ്വാധീനം നമുക്ക് എവിടെ കാണാം? എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എല്ലാം ശരിയാണ്. 330 dash is the change that takes place in the natural structure of air that adversely affects the living beings. ഡാഷ് പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റമാണ് ജീവജാലങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന വായുവിന്റെ ഒരു ഘടന. അതേതാണ്? ആൻസർ എയർ പൊല്യൂഷൻ ആണ്. 331 there are dash verses in മനുസ്മൃതി. മനുസ്മൃതിയിൽ എത്ര വാക്യങ്ങളുണ്ട്? 2685. 332 അർത്ഥശാസ്ത്ര is divided into dash. അർത്ഥശാസ്ത്രത്തിൽ എത്ര ബുക്സായിട്ട് തരംതിരിച്ചിരിക്കും? 18 ബുക്സായിട്ടാണ്. 333 when was Guru Granth Sahib compiled? ഗുരു ഗ്രന്ഥ് സാഹിബ് സമാഹരിച്ചത് ഏത് ഇയർ ആണ്? 1604. 334 to which century did Kabir belong? ഏത് സെഞ്ചുറിയിലാണ് കബീർ ഉണ്ടായിരുന്നത്? 15ാം നൂറ്റാണ്ടിലാണ്. 335 name the emperor under whose patriotism flourished in India.
ഇന്ത്യയിൽ ബുദ്ധമതം തഴച്ചു വളർന്ന ചക്രവർത്തിയുടെ പേര്? അശോക. 336. Who compiled Guru Granth Sahib? ആരാണ് ഗുരു ഗ്രന്ഥ് സാഹിബ് അനുസരിച്ചിട്ടുണ്ടായിരുന്നത്? ഗുരു അർജുൻ ദേവാണ്. 337. The concept of non-violence is known as അഹിംസ എന്ന ആശയം അറിയപ്പെടുന്നത് അഹിംസ എന്ന്, നോൺ വയലൻസ് അറിയപ്പെടുന്നത് അഹിംസ എന്നാണ്. സൈവിസം ഡീൽസ് വിത്ത് ദി വർഷിപ്പ് ഓഫ്, സൈവിസ ആരാധനയുമായി ഇടപെടുന്നത് എന്താണ്? ശിവയാണ് അല്ലെ. ശൈവിസമായിട്ട് ബന്ധപ്പെടുന്നതിൽ ശിവയാണ്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദ ബുദ്ധ? അപ്പൊ ബുദ്ധയുടെ മീനിങ് എന്താണെന്നാണ്? പ്രബുദ്ധൻ, enlightened, അതായത് പ്രബുദ്ധൻ. 314. Give the principle of Buddhist should follow. ബുദ്ധിസം എന്തൊക്കെയാണ് അവരുടെ തത്വങ്ങൾ? റൈറ്റ് വ്യൂ, റൈറ്റ് ആറ്റിറ്റ്യൂഡ്, റൈറ്റ് സ്പീച്ച് എല്ലാം ശരിയാണ്. 341. Which is the noble truth of Buddhism? ബുദ്ധമതത്തിന്റെ ഉത്തമ സത്യം എന്താണ്? ദുഃഖ സംയുക്ത നിരോധ എല്ലാം ശരിയാണ്. അർത്ഥശാസ്ത്രം, അർത്ഥശാസ്ത്രം ആരുടെയാണ്? കൗടില്യയുടെയാണ് അർത്ഥശാസ്ത്രം. 343. Judaism originated in the middle. യഹൂദ മതം മധ്യേന്ത്യയിൽ എവിടെയാണ് ഉണ്ടായിരുന്നത്? ഈസ്റ്റിലായിരുന്നു. The first Muslim kingdom was established. ഫസ്റ്റ് മുസ്ലിം രാജ്യം സ്ഥാപിതമായത് എവിടെ? ഡൽഹിയിലാണ്. 345. How many world religions are found in India? അപ്പൊ ഇന്ത്യയിൽ ടോട്ടൽ എത്ര റിലീജിയൻസ് ഉണ്ട്? 8 ആണ്. 346. How many languages are found in the schedule of the constitution? ഭരണഘടനയുടെ 8 ഷെഡ്യൂളിൽ എത്ര ഭാഷകളാണ് കാണപ്പെടുന്നത്? ആൻസർ 8 ആണ്. How many varnas are found in India? ഇന്ത്യയിൽ എത്ര വർണ്ണങ്ങളുണ്ട്? 4. അറിയാം അല്ലേ? 340. The Indian rulers did not interfere in the dash sphere. ഇന്ത്യൻ ഭരണാധികാരികളിൽ ഇതിൽ ഇടപെട്ടിട്ടില്ലാത്തത് ഏതാണ്? കൾച്ചറിലാണ്. അശോക കൺഫേർഡ് ഡാഷ്. അശോകൻ എവിടെയാണ് കീഴടങ്ങിയത്? കലിംഗ യുദ്ധത്തിൽ വെച്ചിട്ടാണ് അശോകൻ കീഴടങ്ങിയത്. 350. The modern educational system in India has the impact of dash. ഇപ്പൊ ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സ്വാധീനം എവിടെയായിരുന്നു? ബ്രിട്ടീഷുകാരിൽ നിന്നായിരുന്നു. 351. The Cholacheda and Pandyas belong to dash part of India. ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ചോളച്ചേര പാണ്ഡ്യാസുകൾ? സൗത്ത് അല്ലെ. 352. Highest number of scheduled castes in found in. ഏറ്റവും കൂടുതൽ ഷെഡ്യൂൾ കാസ്റ്റുകൾ കാണപ്പെടുന്നത് ഉത്തർപ്രദേശിൽ. 353. Exchange of goods and service between various jadis. വിവിധ ജാതികൾ തമ്മിലുള്ള ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം ജെമനി സിസ്റ്റമാണ്. Basilica of Bom Jesus in ബോം ജീസസിന്റെ ബസിലിക്ക എവിടെയാണ്? ഗോവയിലാണ്. ഡാഷ് ബീങ് ദി ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം ഇന്ത്യ ആണ്. 356. Dash has always been considered as the country of unity and diversity. അപ്പൊ ഡാഷ് നാനാത്വത്തിലെ ഏകത്വത്തിന്റെ രാജ്യമായി കണക്കാക്കപ്പെടുന്നത്. അതും ആൻസർ വരുന്നത് ഇന്ത്യയാണ്. 357. Highest number of communities in India is found in dash and dash. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റികൾ കാണപ്പെടുന്നത് എവിടേക്കാണ്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ആണ്.
വരുന്നത് അജ്മീർ ഷെരീഫ് രാജസ്ഥാനിലാണ്. 359 legal rights in Assam had occurred in the year. Legal rights in Tamil Nadu had taken place in the year. അതായത് തമിഴ്നാട്ടിൽ ഭാഷാ കലാപം നടന്നത് 1964ലാണ്. ഈ ലിംഗ്വൽ റൈറ്റ്സ് ആസാമിൽ ഭാഷാ കലാപം നടന്നത് 1967ലാണ്. 61 the percentage of people speaking Hindi in our country is എത്ര പെർസെന്റേജ് ആണ് ഹിന്ദി സംസാരിക്കുന്നത്? കറക്റ്റ് ആൻസർ അല്ല, നൺ ഓഫ് ദിസ് ആണ്. 362 our official language is നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. 363 what do we breed in communal rights? നമ്മൾ വർഗീയ കലാപങ്ങളെ എന്താണ് വിളിക്കുന്നത്? നമ്മൾ വിളിക്കുന്നത് hatred and jealousy എന്നാണ്. വെറുപ്പും അസൂയയും. 364 dash is a feeling of pride and loyalty that people belonging to a region have. അപ്പൊ ഡാഷ് ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് അഭിമാനത്തിന്റെയും വിശ്വസ്തയുടെയും വികാരമാണ്. റീജിയണലിസം, പ്രാദേശിക വാദം. Which state are created in November 2000? 2000 നവംബറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്. 2000 നവംബർ 2000 ഹോളിഡേസ്. 366 who said that communalism was the Indian version of fascism? ഫാസിസത്തിന്റെ ഇന്ത്യൻ പതിപ്പാണ് വർഗീയത എന്ന് പറഞ്ഞത് ആരാണ്? നെഹ്റു ആണ്. 367 if the excessive interest on one's own caste result in the hostility and disgust towards others. സ്വന്തം ജാതിയോടുള്ള അമിതമായ താല്പര്യം മറ്റ് ജാതികളോടുള്ള ശത്രുതയും വെറുപ്പും ഉണ്ടാക്കുന്നുവെങ്കിൽ എന്താണ് അതിനെ പറയുന്നത്? കാസ്റ്റിസം എന്നാണ്. What promotes our national integration? എല്ലാം നാഷണൽ ഇന്റഗ്രേഷൻ, അതായത് എന്താണ് നമ്മുടെ ദേശീയോദ്ഗ്രഥനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? സെക്യുലറിസം, ഇക്വാളിറ്റി, ഫ്രീഡം. 369 cause of linguism. അപ്പൊ ഭാഷാവാദത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെ? ജിയോഗ്രഫിക്കൽ റീസൺ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ റീസൺ ഉണ്ട്, സൈക്കോളജിക്കൽ റീസൺ ഉണ്ട്. അപ്പൊ എല്ലാം ശരിയാണ്. 370 small communities take themselves away from active politics and retreats into their own community. ചെറിയ സമൂഹങ്ങൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും സ്വയം അകന്നു സ്വന്തം സമുദായത്തിലേക്ക് പിൻവാങ്ങുന്നു. എന്താണ് അത്? റിട്രീറ്റിസ്റ്റ് ആണ്. 371 which is the most spoken language? ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. 372 which year Punjab was divided into Punjab and Haryana? ഏത് ഇയറിലായിരുന്നു പഞ്ചാബ് ഹരിയാനയായിട്ട് ഡിവൈഡ് ചെയ്തത്? 1960 373 ഡാഷ് എൻകറേജ് ദി ഡിമാൻഡ് ഓഫ് റീജിയണൽ ഓട്ടോണമി. ഡാഷ് പ്രാദേശിക സ്വയംഭരണത്തിന്റെ ആവശ്യം പ്രോത്സാഹിപ്പിക്കുന്നു. എന്തായിരുന്നു? റീജിയണലിസം ആണ്. 374 ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ലൈവ് മോസ്റ്റ്ലി ഇൻ ഡാഷ് ഏരിയാസ്. ഏറ്റവും കൂടുതൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് കാണപ്പെടുന്ന ഏരിയ ഹില്ലി ഏരിയാസിലാണ്, അതായത് കുന്നിൻ പ്രദേശങ്ങളിലൊക്കെ. 375 എക്കോണമി ഓഫ് ദി ട്രൈബൽസ് ഈസ് ഫൗണ്ട് അറ്റ് ഡാഷ് ലെവൽ. ഗോത്രവർഗക്കാരുടെ സമ്പദ് വ്യവസ്ഥ ഡാഷ് തലത്തിലാണ് കാണപ്പെടുന്നത്? പ്രിമിറ്റീവ്, പ്രാകൃത തലത്തിൽ. 376 ട്രൈബൽ ഹാവ് ഡാഷ് ഫോം ഓഫ് ഇൻഇക്വാളിറ്റി. ട്രൈബൽ എന്ന് പറയുന്നത് ഡാഷ് അസമത്വത്തിന്റെ രൂപമാണ്. എന്തിന്റെ ആയിരുന്നു? ലിറ്റിൽ, ചെറിയ രീതിയിൽ.
378. Rural areas are dominated by dash occupation. ഗ്രാമീണ മേഖലകളിൽ ആധിപത്യം പുലർത്തുന്നത് ഏത് തൊഴിലാണ്? അഗ്രികൾച്ചർ ആണ്. 379. Villages have dash density of population. വില്ലേജ് ഏരിയയിൽ എത്ര ഡെൻസിറ്റി പോപ്പുലേഷൻ ആണ് ഉള്ളത്? ജനസാന്ദ്രതയാണ് ഉള്ളത് എന്നുള്ള ലോവർ, വളരെ കുറവാണ്. ഈ വില്ലേജ് എക്കോണമീസ്, അപ്പോ വില്ലേജ് ഗ്രാമസമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വില്ലേജ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ. ഇന്ത്യൻ വില്ലേജ് ഹാവ് ഡാഷ് സിസ്റ്റം. അപ്പൊ ഇന്ത്യൻ ഗ്രാമങ്ങൾക്ക് ഡാഷ് സംവിധാനമുണ്ട്. കാസ്റ്റ് സിസ്റ്റം അല്ലെ, കാസ്റ്റ് സിസ്റ്റം ആണ് ഉള്ളത്. 382. അർബൻ സൊസൈറ്റീസ് ഹാവ് മോസ്റ്റ്ലി ഡാഷ് ഓക്യുപ്പേഷൻ. അർബൻ ഏരിയകളിലൊക്കെ ഏത് തരം തൊഴിലാണ് കൂടുതൽ? നോൺ അഗ്രികൾച്ചറൽ തൊഴിലുകളാണ് കൂടുതലുള്ളത്. 383. Dash is the important features of the urban societies. ഡാഷ് നഗര സമൂഹങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് എന്താണ്? അനോണിമിറ്റി ആണ്, അതായത് അജ്ഞാതത്വം. 384. അർബൻ സൊസൈറ്റീസ് ഹാവ് ഡാഷ് എക്കോണമി. അപ്പൊ അർബൻ സൊസൈറ്റി നഗരപ്രദേശങ്ങളിൽ ഏതുതരം എക്കോണമിയാണ്? മോണിറ്ററി ആണ്. 385. In urban areas, people have cultural dash. അപ്പൊ നഗരപ്രദേശങ്ങളിലെ ആളുകൾക്ക് ഒരു സാംസ്കാരിക വൈവിധ്യം, ഹെറ്ററോജിനിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. വാട്ട് ഈസ് ദി മിനിമം പോപ്പുലേഷൻ ഓഫ് എ മെട്രോ? അപ്പൊ മെട്രോ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഏറ്റവും കുറവ് പോപ്പുലേഷൻ, ജനസംഖ്യ എത്രയാണ്? ഓപ്ഷൻ 10,000 ആണ്. നെയിം ട്രൈബ്സ്, മനസ്സിലാക്കുക. നെയിം ട്രൈബ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ട്രൈബ്സ് സാന്തൽ, കാസി, മൂന്നും ശരിയാണ്. 388. നെയിം ട്രൈബ്സ് ഓഫ് വെസ്റ്റേൺ റീജിയൻ. വെസ്റ്റേൺ റീജിയനിലുള്ള ഗോത്രങ്ങളുടെ, ഇപ്പൊ പടിഞ്ഞാറൻ മേഖലയിലുള്ള ഗോത്രങ്ങൾ ഏതൊക്കെയാണ്? മെയിനായിട്ട് റെബരി, ഡാങ് എല്ലാം ശരിയാണ്. ഈ കുക്ക ഈസ് പ്രിപ്പയർ ഇൻ പക്ക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പക്ക തയ്യാറാക്കുന്നത്? ഈ ഉപയോഗിച്ചിട്ടാണ്. 319. ദി ഓക്യുപ്പേഷൻ ഓഫ് ബ്രാഹ്മിൻസിന്റെ ഓക്യുപ്പേഷൻ, തൊഴിൽ എന്താണ്? പ്രിസ്റ്റ്ഹുഡ് ആണ്, അതായത് പൗരോഹിത്യാണ്. 391. അൺടച്ചബിൾസ് ആർ ടുഡേ ഐഡന്റിഫൈഡ് ആസ് ഡാഷ്. അപ്പൊ ഇന്ന് അൺടച്ചബിൾസിനെ ദളിറ്റ്സ് എന്നാണ് പറയുന്നത്. 392. മെമ്പർഷിപ്പ് ഓഫ് എ കാസ്റ്റ് ഈസ് ഡാഷ്. കാസ്റ്റ് മെമ്പർഷിപ്പ് എങ്ങനെയാണ്? അംഗത്വം എങ്ങനെയാണ്? ഹെറിഡിറ്ററി ആണ്. 393. Sanskritization means dash caste becoming high caste. സംസ്കൃതവൽക്കരണം എന്നാൽ ഡാഷ് ജാതി ഉയർന്ന ജാതി ആകുന്ന രീതിയാണ്. അപ്പൊ താഴ്ന്ന ജാതി ഉയർന്ന ജാതി ആകുന്ന രീതിയാണ്. വെസ്റ്റേണൈസേഷൻ മീൻസ് അഡാപ്റ്റിംഗ് ടു ഡാഷ് വാല്യൂസ്. വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത്, പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത് എന്തിന്റെ അഡാപ്ഷൻ ആണ്? പാശ്ചാത്യന്റെ അഡാപ്ഷൻ ആണ്. 395. Modernization means having a dash outcome. ആധുനികവൽക്കരണം അർത്ഥമാക്കുന്നത് ഡാഷ് വീക്ഷണങ്ങളാണ്, റാഷണൽ, യുക്തിസഹമായ വീക്ഷണങ്ങളാണ്. 396. A dominant caste has a dash population. ഇപ്പൊ ഡൊമിനന്റ് കാസ്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ജനസംഖ്യ ഉണ്ട്? അതിൽ പ്രബല ജാതിയിൽ ലാർജ്, വലിയ ജനസംഖ്യ തന്നെ അതിന് ഉണ്ട്. 397. The chief criteria of domination of a caste are. ജാതിയുടെ ആധിപത്യത്തിന്റെ പ്രധാന മാനദണ്ഡങ്ങൾ: എക്കോണമിക് സ്ട്രെങ്ത്, പൊളിറ്റിക്കൽ പവർ, ritual purity, numerical strength എല്ലാം ശരിയാണ്. 398. The chief criteria of domination of caste. അപ്പൊ ജാതിയുടെ ആധിപത്യത്തിന്റെ പ്രധാന മാനദണ്ഡം ഏതാണ്? എക്കോണമിക് സ്ട്രെങ്ത്,
പൊളിറ്റിക്കൽ പവർ, റിച്വൽ, പ്യൂരിറ്റി. ശരിയാണ്. 399. According to Dash, the process of sanskritization is an endogenous sources of social change. ഇപ്പൊ ഡാഷ് പ്രകാരം സംസ്കൃതവൽക്കരണ പ്രക്രിയ സാമൂഹിക മാറ്റത്തിന്റെ അന്തർലീനമായ ഉറവിടമാണ്. ലോകേന്ദ്ര സിംഗ് ആണ് അങ്ങനെ പറഞ്ഞത്. 400. Observe that Sanskrit rites are often added on to non-Sanskrit scripts without replacing them. സംസ്കൃതാചാരങ്ങൾ പലപ്പോഴും സംസ്കൃതേതര ആചാരങ്ങളോട് പകരം വെക്കാതെ ചേർക്കുന്നതായിട്ട് നിരീക്ഷിക്കുന്നു. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? മാനുവൽ ആണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.